മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം ജീവിത സായാഹ്നം പേര് സൂചിപ്പിക്കുന്നത് പോലെയുള്ള അർത്ഥം അതിൽ തന്നെയുണ്ട്. അതായത് ജീവിതത്തിൻ്റെ സായങ്കാലം പ്രായമായ മാതാപിതാക്കൾക്ക് മധുരമുള്ള അനുഭവം കൊടുക്കുന്ന മക്കളുടെ നല്ല കുടുംബങ്ങളാണ്. സ്നേഹത്തിലും യോജിപ്പിലും കഴിയുന്ന നല്ല കുടുംബങ്ങൾ. അതുപോലൊരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട മേലൂർ സെന്റ് ജോസഫ്സ് പള്ളി ഇടവക അതിർത്തിയിലുള്ള പയ്യപ്പള്ളി കുടുംബമാണ്. ഔസേപ്പ് കുട്ടി, ഏലിക്കുട്ടി എന്നീ മാതാപിതാക്കളുടെ കുടുംബം. അതിൽ ഔസേപ്പ് കുട്ടി 22 വർഷം മുമ്പ് മരിച്ചു. ഏലിക്കുട്ടി ഇപ്പോൾ 93-ാമത്തെ വയസ്സിൽ വളരെ ചുരുക്കോടുകൂടെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നു. ഇവർക്ക് ദൈവം 8 മക്കളെ നൽകി. ആ 8 മക്കളിൽ 2 പേർ ആൺമക്കളും ബാക്കി 6 പെൺമക്കളും. ഈ പെൺമക്കളിൽ ഒരാൾ CSN സഭയിൽ സന്യാസിനിയായി ശുശ്രൂഷ ചെയ്യുന്നു. സിസ്റ്റർ സ്റ്റെല്ല മിഷൻ രൂപതയിൽ വർക്ക് ചെയ്യുന്നു. ദൈവം ആ കുടുംബത്തിന് നൽകിയ വലിയ കൃപയാണ് ഈ ദൈവവിളി. ഒപ്പം മാതാപിതാക്കൾ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തിയത് കൊണ്ടും സ്നേഹം കൊടുത്തും അതോടൊപ്പം സഹജീവികളോട് കരുണ, ദരിദ്രരോട് കരുണയും വാത്സല്യവും സ്നേഹവുമുള്ള ആ ഒരു ചൈതന്യം മക്കൾക്ക് മാതാപിതാക്കൾ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ 93 വയസ്സുള്ള അമ്മ ഇപ്പോഴും ഗുഡ്നസിൻ്റെ നല്ല സമരിയാൻ എന്ന പദ്ധതിയിലേക്ക് എല്ലാ മാസവും മക്കളിൽ നിന്നോ പേരക്കുട്ടികളിൽ നിന്നോ ഒക്കെ സമ്മാനമായി കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി വെച്ച് ഇപ്പോഴും മാസാമാസം സംഭാവന ചെയ്യുന്നു. മക്കളും ഇതുപോലെ തന്നെ. അതിൽ ജോർജ് ജയിൽ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ടും മറ്റ് പാവപ്പെട്ടവരുടെ സ്ഥാപനങ്ങളിൽ ഭക്ഷണം കൊടുക്കാൻ പോയുമൊക്കെ ഇപ്പോഴും പാവങ്ങളോട് കരുതലും കരുണയുമുള്ള മക്കൾ. ഇത് മാതാപിതാക്കൾ കൊടുത്ത നന്മയുടെ ഫലമാണ്. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് പയ്യപ്പള്ളി ഏലിയാംകുട്ടി ജോസഫിന്റെ ഭവനം. തൃശൂർ ജില്ലയിലെ മേലൂരിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ കുടുംബത്തിൻ്റെ വിളക്കായി പ്രശോഭിക്കുന്ന ഈ ഏലിക്കുട്ടി അമ്മ, ഈ അമ്മയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ചോദിക്കട്ടെ, അമ്മ ഇപ്പോൾ ജീവിത പങ്കാളി മരിച്ചിട്ട് 22 വർഷമായല്ലോ. നാളിതുവരെ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട്
ഇപ്പോൾ എങ്ങനെ തോന്നുന്നു? സമാധാനവും സന്തോഷവും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ് അതിന്റെ കാരണം എന്ന് പറയാമോ? കാരണം എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ എല്ലാവരും നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു ഉപദ്രവവും ഇല്ല. സുഖമായിട്ട് പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. മരുമക്കള് ചിലരും, പേരക്കുട്ടികളിൽ കുറച്ചു പേരും, അതോടൊപ്പം അമ്മയുടെ ജീവിത പങ്കാളിയും മരിച്ചു. അങ്ങനെ മരണങ്ങളുടെയും വേദനകളുടെയും ഒത്തിരി അവസരങ്ങളുണ്ടായി. അത്തരം വേദനകളെയും സഹനങ്ങളെയും അമ്മ എങ്ങനെയാണ് നേരിട്ടത്? അത് ഞാൻ സമാധാനമായിട്ട് മാതാവിനോടും കർത്താവിനോടും പറയും. അങ്ങനെ സമാധാനമായിട്ട് ജീവിച്ചാർന്നു. ഇതാണ് നമ്മളുടെ ഈ അമ്മ നൽകുന്ന വലിയൊരു സന്ദേശം. അതാണ് മക്കളെ സ്നേഹിച്ചു വളർത്തി, അവർക്ക് വിശ്വാസം കൊടുത്തു. അവര് സഹനങ്ങളിൽ വേദനകളിലും ദൈവത്തിന്റെ കരം പിടിച്ച് അവരെ വളർത്തി. ഒപ്പം സഹജീവികളോട് കരുണയുള്ള ഒരു നല്ല മനസ്സ്. അതാണ് ഈ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം. നല്ല മാതാവേ മാരിയ, നിർമ്മല മറിയൗസേ പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ മാതൃസ്നേഹത്തിൻ്റെ വിലയേറിയ മക്കൾ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയും. എൻ്റെ പേര് ജെസി പത്രോസ്. ഞാനാണ് ഈ വീട്ടിലെ മൂത്ത മകള്. ഞങ്ങൾ 8 മക്കളാണ്. ഞങ്ങളുടെ അപ്പനും അമ്മയും നല്ല സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പൻ്റെ ഭയങ്കര ശിക്ഷിക്കുന്ന ആളായിരുന്നു. അമ്മയായിട്ടൊന്നും ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും പള്ളി പോകാൻ വേണ്ടി എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 വയസ്സിൽ കുംസാരിച്ച് കുർബാന സ്വീകരിപ്പിച്ചു. അന്നു മുതൽ ഞാൻ മുടങ്ങാണ്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. അതേപോലെ സന്ധ്യാപ്രാർത്ഥന മുടക്കരുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിർബന്ധമാണ് ചെല്ലാനായിട്ട്. എനിക്ക് 20 വയസ്സുള്ളപ്പോൾ എന്നെ ഇവിടുന്ന് മൂക്കുന്നൂർക്ക് കല്യാണം കഴിച്ചു വിട്ടു. എനിക്ക് 4 മക്കളാണുള്ളത്. 3 പെൺകുട്ടിയും 1 ആണും. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും 2 കുട്ടികൾ വീതമുണ്ട്. അങ്ങനെ 4 മക്കളും 8 പേരക്കുട്ടികളും ഉണ്ട് എനിക്ക്. ഞങ്ങൾ സന്തോഷപൂർവ്വം ഇവിടെ ജീവിക്കുന്നു. എന്നെ എൻ്റെ അപ്പനും അമ്മയും എങ്ങനെ സ്നേഹിച്ച് വളർത്തിയോ അതുപോലെ ഞാൻ എൻ്റെ മക്കളെയും അതുപോലെ നല്ലപോലെ സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ട്. ഞാൻ അമ്മയുടെ 3ാമത്തെ മകളാണ്. എനിക്ക് സന്യാസിലേക്ക് ദൈവവിളി കിട്ടാൻ എൻ്റെ ഫാദറും മദറും എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നത് വാക്കുകൊണ്ടല്ല, അവരുടെ ജീവിത രീതി കണ്ടപ്പോൾ വാകീറിയ തമ്പുരാൻ എരിയും തരുന്നു എൻ്റെ അപ്പം പറയുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ നന്നായിട്ട് പതിഞ്ഞെടുക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എവിടെ ചെന്നാലും ആ വിശ്വാസത്തിൽ ഡീപ്പ് ചെയ്യാനായിട്ട് അപ്പൻ്റെ അത് ഉണ്ട്. പിന്നെ അപ്പം പറഞ്ഞിട്ടുണ്ട്, എവിടെ ആരെങ്കിലും വിശന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വെച്ചിട്ടുള്ള ഭക്ഷണമാണെങ്കിലും എടുത്ത് കൊടുക്കണം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പാവങ്ങളോട് കരുണയുണ്ടായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ഒരു തത്വം എൻ്റെ മനസ്സിൽ ഡീപ്പായിട്ട് പതിഞ്ഞ എൻ്റെ ചൈൽഡ്ഹുഡിൽ തന്നെ എനിക്ക് ഒരു ഓർമ്മയായിട്ട് കിടപ്പുണ്ട്. അമ്മയാണെങ്കിലും എന്ത് കഴിഞ്ഞാലും എൻ്റെ സന്യാസിൽ വന്ന മോളെ അനുസരണം, വിശ്വാസം, ഇതിനെക്കുറിച്ചൊക്കെ അമ്മ പറയും. ഇത്ര നാൾ നടത്തിയ ദൈവം നടത്തും. ഞങ്ങളുടെ വീട്ടിൽ ട്രാജഡികളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴും ദൈവത്തെ കുറ്റം പറയരുത്, ദൈവത്തിന് തെറ്റുപറ്റില്ല എന്നൊക്കെ എൻ്റെ അപ്പനും അമ്മയൊക്കെ പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ വീട്ടിൽ ഒന്നിനും പുറകെ ഒന്നായിട്ട് മരണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ പറയും, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല മോളെ പ്രശ്നം, അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇത്. നമുക്ക് പരീക്ഷകളുണ്ടാവും, അവിടെയും പരാജയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് ദൈവം തരും. ദൈവത്തിൽ ആശ്രയിക്കുക, അനുദിനം ദിവ്യബലിയിലാണ് നമുക്ക് ശക്തി കിട്ടണേന്നൊക്കെ അമ്മയിൽ നിന്ന് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് മേരി. ഞാൻ മാതാപിതാക്കളുടെ 4ാമത്തെ മകളാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു. 32 വർഷം ആയി ഇപ്പം ഭർത്താവ് മരിച്ചിട്ട്. ഒരു മകൾ അതിനകത്തുണ്ടായിരുന്നു, 5 മാസം പ്രായം ഉണ്ടായുള്ളൂ.
ആ മകള് 30 വയസ്സിൽ ആ മകൾ മരിച്ചു. ടീച്ചറായിരുന്നു. ഞാനിപ്പോൾ ഏകസ്ഥയാണ്. അമ്മയുടെ കൂടെ ഇവിടെ താമസിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ പറ്റി പറഞ്ഞാൽ വളരെ അധ്വാനശീലരായിരുന്നു. അപ്പൻ ഒരു ഡ്രൈവറായിരുന്നു. ഞങ്ങൾ 8 മക്കൾ ഒരുമിച്ച് ഇങ്ങനെ അമ്മ ഞങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നടന്നു. 93 വയസ്സായെങ്കിലും ആള് നാളികേരം പൊതിക്കും, വിറക് വെട്ടും. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്കൊരു മാതൃകയാണ്. ഇപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആണ് ജീവിക്കുന്നത്. എൻ്റെ പേര് ഡേവിസ്. ഞാൻ ഈ വീട്ടിലെ 5ാമത്തെ അംഗമാണ്. എനിക്ക് മൂത്തത് 4 പെങ്ങന്മാർ. പിന്നെ ആദ്യമായിട്ട് ഉണ്ടായ ഞാനാണ്. ഇത് എൻ്റെ ഭാര്യ അൽഫോൻസ. പോട്ട എല്ലാം സ്ഥലം ചാലക്കുടി ഇടഭാഗമാണ്. ഇത് മൂത്ത മകൻ അനൂപ്. മകൻ്റെ ഭാര്യ ഫിൽഷ അങ്കമാലി അല്ലപ്പ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സാണ്. ഇത് ഇളയ മകൻ അലൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നു. അതിന് ഞങ്ങൾക്ക് മാതൃകയായിട്ട് അപ്പനും അമ്മയാണ്. ചെറുപ്പത്തിലേ തുടങ്ങി അപ്പൻ്റെ അമ്മയുടെയും ശിക്ഷണത്തിൽ വളർന്നു വലുതായി ഇപ്പോൾ സന്തോഷത്തിൽ ഇത് നടക്കുന്നത്. ഇതിനൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, അത് കിട്ടിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും അതുപോലെ പുഞ്ചിരിക്കുന്ന ഒരു അമ്മയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും എല്ലാത്തിനും കാരണം അമ്മയുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. 1991 എൻ്റെ വിവാഹമായിരുന്നു. 33ാമത്തെ വർഷമാണിത്. ഞങ്ങൾ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും അനുഭവിച്ചെങ്കിലും ഇപ്പം നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ അമ്മ ഇപ്പോഴും കൊന്ത ചൊല്ലി ഞങ്ങളെ കാണിച്ചു തരാറുണ്ട്. അമ്മ ഇപ്പോൾ ചോദിച്ചാലും കൊന്ത ചൊല്ലാറുണ്ട്, പ്രാർത്ഥിക്കാം അങ്ങനെ പറയാറുണ്ട്. അമ്മയുടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൻ്റെ അമ്മയുടെ 6ാമത്തെ മകളാണ് ഞാൻ. അപ്പനും അമ്മയും എന്നും ഞങ്ങളെ 5 മണിക്ക് എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. അന്ന് പള്ളിയിൽ പോകണമെന്ന് നല്ല അപ്പച്ചന് ഭയങ്കര വാശിയായിരുന്നു വിടണമെന്ന്. അപ്പം ഞങ്ങളെല്ലാവരും 5 മണിക്ക് എഴുന്നേൽക്കും. ഇന്നും ഞങ്ങൾ ജീവിതത്തിൽ ആ 5 മണിക്ക് തന്നെ എഴുന്നേക്കൽ എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൻ്റെ മുട്ടുകാലിൽ വലിയൊരു മുട്ടുകുത്തി എൻ്റെ തയമ്പ് ഉരുണ്ടിങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ പള്ളിയിൽ പോയി മുട്ടുകുത്തി ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ മുട്ടുകാല് കറുത്ത നിറത്തിൽ തയമ്പ് വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളെന്നും പള്ളിയിൽ പോവും. ജീവിതത്തിൽ ഒരിക്കലും കുർബാന മുടക്കാറില്ല. പിന്നെ വൈകുന്നേരം കുരിശ് വരച്ചാലേ ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കുമ്പോൾ ഭക്ഷണം തരുള്ളൂ. 7 മണിയാകുമ്പോൾ കുരിശുമണി കൊട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും 8 മക്കളും നിരന്ന് കുരിശ് വരയ്ക്കും. അത് കഴിഞ്ഞ് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭക്ഷണം തരും. പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടി ഒരിക്കലും കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. അപ്പോൾ പള്ളിയിൽ പോണത് ഞങ്ങൾക്ക് കർശനമായ ഇതായിരുന്നു ചെറുപ്പത്തിലെ. അത് ഞങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ വന്നതിന് ശേഷവും ഒത്തിരി പ്രതിസന്ധികൾ ഈ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മരുമക്കളുടെയൊക്കെ മരണവും പേരക്കുട്ടികളുടെ മരണമൊക്കെ ബന്ധപ്പെട്ട് ആ സാഹചര്യങ്ങളൊക്കെ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായൊരു ജീവിതമാണ് അമ്മ നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അമ്മയിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞതും അത് തന്നെയാണ്. കാരണം പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും. ആ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് ഒരുപക്ഷെ ഞാൻ പഠിച്ചത് അമ്മയിൽ നിന്ന് തന്നെയാണ്. ആ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു മനസ്സിനെയും ആണ് ഞാൻ അമ്മയിൽ നല്ല ഒരു ഗുണമായി കാണുന്നത്. ഒപ്പം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറവുകളുണ്ടെങ്കിലും അവയൊന്നും ആരോടും പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നല്ലൊരു മനസ്സ് ഉള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പേര് ജോർജ്. അമ്മച്ചിയുടെ 7ാമത്തെ മകനാണ് ഞാൻ. ഇത് എൻ്റെ ഭാര്യ സുനിത, ഇതെൻ്റെ മകള് അനുപമ, മകൻ ആൽബർട്ട്. ഇവർ 2 പേരും ബാംഗ്ലൂർ ഓരോ കമ്പനികളിൽ ജോലി ചെയ്യണം. അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികാട്ടിയും
കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് സാധാരണ സമയങ്ങളിൽ പറഞ്ഞു തരണ ഒരു അമ്മയാണ്. അപ്പം മരിച്ചതിന് ശേഷം എപ്പോഴും ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കാനും മറ്റുള്ളവരെ സഹായിച്ചിട്ട് ജീവിക്കാനൊക്കെയാണ് അമ്മ ഞങ്ങളെ എപ്പോഴും ഉപദേശിക്കാറ്. അമ്മയുടെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, അമ്മ എപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കണ ഒരു വ്യക്തിയായിരുന്നു. അപ്പച്ചനും അങ്ങനെ തന്നെയായിരുന്നു. പലപ്പോഴും ഞാൻ ഈ കാര്യങ്ങളിൽ അപ്പനെയും അമ്മയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ അത് മറ്റുള്ളവർക്ക് കൊടുക്കണേ, നമ്മൾക്ക് കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ എപ്പോഴും അപ്പനെയും അമ്മയും കുറ്റപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അമ്മ അത് എല്ലാം എനിക്ക് വളരെ ഭംഗിയായ രീതിയിൽ പറഞ്ഞു തന്ന് ഇപ്പോൾ അപ്പം ചെയ്തിരുന്ന വഴിയിലൂടെ എനിക്ക് ഇപ്പോഴും സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. പാവപ്പെട്ടവരെ നേരിട്ട് പോയി കണ്ട് അവർക്ക് ഓണം, ഈസ്റ്റർ, ക്രിസ്മസ് സമയങ്ങളിലൊക്കെ എന്നാൽ കഴിയുന്ന സഹായങ്ങളും ചെയ്യാനും ഞാനത് എൻ്റെ മക്കൾക്ക് കൂടി പറഞ്ഞു കൊടുത്തിട്ട് അവരും എൻ്റെ കൂടെ ഈ അനുഭവത്തിലുണ്ട്. ചെറുപ്പം തുടങ്ങി അവരെൻ്റെ കൂടെ വരാറുണ്ട് ഇങ്ങനെ ഓരോ ചാരിറ്റി ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ അവർ ജോലി ചെയ്യണ കാരണം അവരവരുടെ ദശാംശം എനിക്ക് കറക്റ്റായിട്ട് അയച്ചു തരും. അത് എനിക്ക് ഇവരുടെ സന്തോഷത്തോടു കൂടിയുള്ള ഇവരുടെ പൈസ കിട്ടുന്നത് അതിലും കൂടുതൽ സന്തോഷത്തോടെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ അപ്പനമ്മ ഉണ്ടായ കാലത്ത് ഞാനിത് ഏറ്റവും മോശമായിട്ടും അവർ ചീത്ത പറഞ്ഞിരുന്നൊരു കാര്യം എനിക്ക് ശരിയായി വന്നപ്പോൾ എൻ്റെ അപ്പൻ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. ഇവിടെ വന്നിട്ട് 28 വർഷമായി. അപ്പോൾ അപ്പനും അമ്മയും എല്ലാം കൂടിയിട്ട് ഒരു നല്ല സ്വർഗതുല്യ ജീവിതമാണ് ഞങ്ങളിവിടെ ജീവിച്ചിരുന്നത്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഏറ്റക്കുറച്ചിലുകളൊക്കെ കഷ്ടപ്പെട്ട കുറേ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അമ്മ പറയണ ഒരു കാര്യം വെച്ചാൽ ഈ കാലവും കടന്നു പോകുമെന്ന് പറയും. എപ്പോഴും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പം നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, പിറുപിറുക്കാൻ തുടങ്ങുമ്പോൾ അപ്പം അമ്മ പറയും ഈ കാലചക്രം തിരിയുമ്പോൾ ഇതും കടന്നു പോകും. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഒരേ വികാരത്തോടു കൂടി ഒരു കാണുന്ന ഒരു പ്രകൃതമാണ്. പിന്നെ എല്ലാം ഉള്ളിലൊതുക്കും. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ പിള്ളേരെയായാലും തിരുത്തിക്കൊണ്ട് നടക്കും. അതെന്താ അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ മക്കളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയും അമ്മ എന്താ പറയാത്തെ, എന്താ അവരെ പറഞ്ഞ് തിരുത്താത്തതെന്നൊക്കെ പറഞ്ഞാൽ അമ്മ പറയും മോളെ അതൊക്കെ ഞാൻ ദൈവത്തിനോട് പറയണ്ടേ, എന്ത് പറഞ്ഞാലും അമ്മ പറയും ഞാൻ ദൈവത്തിനോട് പറയണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവത്തിനോട് പറഞ്ഞില്ലെങ്കിൽ എന്താ മക്കളോട് പറഞ്ഞു തിരുത്തണ്ടേന്നൊക്കെ വിചാരിക്കും. പക്ഷെ അമ്മ പറയണ പോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പുറത്തു പോയ ആൾക്കാരും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ തിരിച്ചു വന്ന് അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നതൊക്കെ ആയിട്ട് ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് പൗളി. ഞാൻ അപ്പൻ്റെ അമ്മയുടെയും 8ാമത്തെ മകള്. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് പുത്തൻപീടിക പള്ളി ഇടവകയാണ്. എനിക്ക് 3 മക്കളാണ്. 3 ആമക്കളാണ് ഉള്ളത്. 2 മക്കൾ US-ലാണ്, ഒരു മകൻ ബാംഗ്ലൂര്. ഒരു മോന് ജോലിയായി, അവൻ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് സെറ്റിൽഡാണ്. ഹസ്ബൻഡിന് ഇവിടെ ഈ സമയത്ത് വരാൻ പറ്റിയിട്ടില്ല. ആള് പള്ളിയിൽ മുരിങ്ങൂര് പള്ളിയിലത്തെ കൈക്കാരനാണ്. കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വരാതിരുന്നത്. എൻ്റെ മൂത്ത 7 സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ സ്നേഹവും ശാസനയും സംരക്ഷണമൊക്കെ അനുഭവിച്ചിട്ട് എനിക്ക് വളരാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ ഈ കുടുംബത്തിലെ ഏറ്റവും ഭാഗ്യവതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മ ഇപ്പോഴും ഇത്രയും വയസ്സായിട്ടും ഭയങ്കര എനർജറ്റിക്കാണ്. ഞങ്ങൾക്കൊക്കെ മാതൃകയാണ്. കാരണം വയ്യെങ്കിലും ആള് എപ്പോഴും എന്തെങ്കിലും പണിതുകൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര പ്രാർത്ഥനയാണ്. അമ്മയാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. തൊട്ടടുത്താണ് പള്ളി. അതുകൊണ്ട് കിടന്നുറങ്ങിയാലും പറയും എണീറ്റ് പള്ളിയിൽ പോ, അത് നമുക്ക് ഈ സമയത്തൊക്കെ പള്ളി പോകാൻ പറ്റുള്ളൂ, വയ്യാണ്ടായാൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടേത്. പിന്നെ ഞങ്ങൾ സഹോദരങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലൊക്കെയാണ് ചെറുപ്പത്തിലെ കിടന്നിരുന്നത്. പായ വിരിച്ചിട്ട് ഒരു നടുവിലൊരു അകണ്ടായിരുന്നു. അവിടെ നിരന്നാണ് എല്ലാവരും കെടുക്കുക. അങ്ങനെയൊക്കെ ഞങ്ങൾ സന്തോഷമായിട്ടാണ് പോയത്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. എൻ്റെ പേര് അനിത. ഞാൻ അമ്മാമ്മയുടെ മൂത്ത പേരക്കുട്ടിയാണ്. ഞാനിവിടെ ചെറുപ്പത്തിൽ, അതായത് 1 വയസ്സായപ്പോൾ തുടങ്ങി കുറച്ച് നാൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അമ്മ 2ാമത് ഡെലിവറി ആയപ്പോൾ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അമ്മയുടെ സ്ഥാനത്തു നിന്നായാലും എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അമ്മാമ്മയും ആൻറ്റിമാരാണ്. അമ്മാമ്മ അന്ന് എന്നെ കാര്യമായിട്ട് നോക്കാറുണ്ട്. അതുകൂടാതെ ഞാൻ 8, 9, 10 ആ 3 വർഷവും ആ 3 ക്ലാസ്സിലും ഞാൻ ഇവിടെയാണ് പഠിച്ചത്. അന്ന് അമ്മമ്മ ഞാനിവിടെ അടുത്ത് തന്നെയാണ് സ്കൂളെങ്കിലും എനിക്ക് ചോറും പൊതി വേണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അമ്മമ്മ പാവം എനിക്ക് വേണ്ടി ചോറ് പൊതിഞ്ഞ് തന്ന് വിട്ടിട്ടുണ്ട്, ഞാൻ വാശി പിടിച്ചതുകൊണ്ട്. അങ്ങനെ എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ആ 3 വർഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക, എന്നോട് ഭയങ്കര സ്നേഹത്തിലും പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ അമ്മമ്മയുടെ മൂത്ത പേരക്കുട്ടിയായി ഞാൻ
ജനിച്ചതിലും വളർന്നതിലും എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്, പിന്നെ അമ്മാമ്മയുടെ 4ാമത്തെ തലമുറയാണ് നിങ്ങൾ. അങ്ങനെ ഈ 4 തലമുറകൾ കാണാനായിട്ട് അമ്മമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. ഇനി അടുത്ത തലമുറേനെ കാണാനായിട്ട് അമ്മമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ബിനിത. ഞാൻ അമ്മാമ്മയുടെ 2ാമത്തെ പേരക്കുട്ടിയാണ്. എനിക്ക് അമ്മാമ്മനെ പറ്റിയുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അമ്മ വീട്ടിലേക്ക് വരണം. ഇപ്പോഴും എനിക്ക് 2 പിള്ളേരുണ്ട്. എൻ്റെ മോൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. അപ്പോൾ എന്നാലും ഞാൻ വീക്കെൻഡ് ആയാലും അല്ലെങ്കിൽ എന്തൊരു സെലിബ്രേഷൻ വന്നാലും കുഞ്ചനെയൊക്കെ കാണാനും ഇവിടെയൊക്കെ ഓടി വരും. വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ വളരെ രസമാണ് ഇവരെയൊക്കെ കാണും. ഇപ്പോഴാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. ഈ ഫാമിലിയിലെ ഒരു പേരക്കുട്ടി ആവാൻ സാധിച്ചതിൽ ഞാൻ എന്നും ദൈവത്തിനോട് നന്ദി പറയുന്നു. ഞാൻ ഈ പയ്യപ്പള്ളി കുടുംബത്തിലെ 7ാമത്തെ പേരക്കുട്ടിയാണ്. എല്ലാവരും അമ്മൂമ്മയുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വീട്ടിലുണ്ടായിരുന്ന ആൾ ഞാനാണ്. അപ്പാപ്പനുള്ള സമയത്തും അമ്മാമ്മയും അപ്പാപ്പനുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ കുരുത്തക്കേടുകൾ കാണിച്ചിരുന്ന ഒരാൾ ഞാനാണ്. ആ ഓർമ്മകളായിരിക്കും അമ്മാമ്മയ്ക്ക് എന്നെ കുറിച്ച് കൂടുതലായിട്ടുണ്ടാവുക. അതിനുശേഷം ഞങ്ങൾ തിരിഞ്ഞ് താമസിക്കുന്നു. എപ്പോഴും ഇവിടെ വരുമ്പോൾ എല്ലാവിധ സ്നേഹത്തോടു കൂടി നമ്മൾ സ്വീകരിക്കാനായിട്ട് എന്നും അമ്മാമ്മ ഈ ഉമ്മറത്ത് ഉണ്ടാവാറുണ്ട്. അതെന്നെ വലിയൊരു സന്തോഷമാണ്. എവിടേക്ക് എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു അനുഗ്രഹം മേടിക്കാനായിട്ട് വരാനായിട്ട് എപ്പോഴും നിറഞ്ഞ ചിരിയോടുകൂടി നമ്മൾ സ്വീകരിക്കാനായിട്ട് അമ്മൂമ്മ ഈ കുടുംബത്തിലുണ്ടായിരുന്നു. അമ്മമ്മയുടെ ആ ഒരു സ്നേഹം എല്ലാ പേരക്കുട്ടികൾക്കും ഒരുപോലെ അമ്മൂമ്മ കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവത്തിനോടും അമ്മമ്മയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽബർട്ട്. എനിക്ക് അമ്മാമ്മേനെ പറ്റി അങ്ങനെ ഓർമ്മകളല്ല, ഞാൻ ജീവിച്ചത് മൊത്തം അമ്മാമ്മയുടെ ഒപ്പം തന്നെയാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ അമ്മാമ്മയുടെ ഒപ്പം തന്നെയാണ് കിടക്കൽ. അപ്പോൾ എഞ്ചിനീയറിംഗ് വരെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ജോലി കിട്ടിയപ്പോഴാണ് ഇപ്പോൾ അമ്മാമ്മയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. അമ്മാമ്മയുടെ ശൈലികൾ തന്നെയാണ് എനിക്കും വന്നേക്കണേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയൊക്കെ ഉണ്ടെങ്കിൽ അത് അമ്മാമ്മയുടെ ഇൻഫ്ലുവൻസ് അതിൽ എനിക്ക് എപ്പോഴും ഒരുപാടുള്ളതാണ്. അപ്പോൾ അമ്മാമ്മ പിന്നെ എല്ലാ ദിവസവും 7 മണിയാകുമ്പോൾ ടി വിയുടെ മുന്നിലുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ ജോലി സ്ഥലത്താണെങ്കിലും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ അപ്പോൾ അമ്മാമ്മ ടി വിയുടെ ഫ്രണ്ടിലുണ്ടെന്ന് അറിയാം. അപ്പോൾ പിന്നെ ദൈവത്തോട് പറയും, എൻ്റെ കാര്യം അമ്മാമ്മ പറയുന്നുണ്ടാവും, അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അതുവഴി നീക്കി തരണേ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്നുള്ളത് തന്നെ അമ്മാമ്മ അതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. ഞാൻ ജിസ്മരിയ, അമ്മാമ്മയുടെ മൂത്ത പേരക്കുട്ടിയുടെ മൂത്ത മോളാണ്. ഞങ്ങളെപ്പോഴും എല്ലാ പരിപാടിക്കും ഒത്തുകൂടുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഞങ്ങൾ ഈ 4 തലമുറേനെ വെച്ച് എപ്പോഴും ഫോട്ടോ എടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം 21 വർഷം മുമ്പ് അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് അമ്മാമ്മയും അമ്മച്ചിയും മമ്മിയും എങ്ങനെയിരുന്നേ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് 3 പേർക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. എനിക്കാണ് ചെറിയ രീതിക്ക് ഇച്ചിരി പൊക്കം വെച്ചെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എപ്പോൾ പരിപാടിക്ക് കൂടിയാലും ഞങ്ങളെല്ലാവരും മാക്സിമം എല്ലാവരും എത്തിച്ചേരാൻ നോക്കും. ഇന്നിപ്പോൾ ഈ പരിപാടിക്കായാലും പുറത്തുനിന്നായാലും അവർക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റി. അതുപോലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങൾ കുറേ ഗെയിംസൊക്കെ കളിക്കാറുണ്ട്. അങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് ഒത്തുകൂടാൻ പറ്റുന്നത് അമ്മാമ്മയുടെ സ്നേഹത്തിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഫാമിലി ഇത്രയും നാളും ഐക്യത്തോടെ നിന്ന പോലെ ഇതിന് മുന്നോട്ടും ഇതുപോലെ തന്നെ നിൽക്കാൻ സാധിക്കട്ടെ. അതിന് ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് പയ്യപ്പള്ളി കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരൊരു ഭാരമായിട്ട് തോന്നുന്നതാണ് പല അനുഭവങ്ങളും. ഒത്തിരിയേറെ ഏകാന്തത അനുഭവിക്കുന്ന, അവഗണിക്കപ്പെടുന്ന ഒരു കൂട്ടര് മാതാപിതാക്കളാണ് പ്രായമാകുമ്പോൾ. ചിലയിടങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, മക്കൾ കൂടെ ഇല്ലാതെ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവം നമ്മോട് കൽപ്പിച്ച ഒരു വലിയ കൽപ്പനയുണ്ടല്ലോ, ദൈവാനുഗ്രഹം മക്കൾക്കുണ്ടാകുവാൻ അത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
മാർത്താണ്ഡൻ രൂപതയുടെ അഭിവന്യ മെത്രാൻ വിൻസെന്റ് മാർ പൗലോസ് ഒരു സന്ദേശം ഇതിനോട് ബന്ധപ്പെട്ട് നൽകുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ഒരു മനുഷ്യൻ ആദ്യം കാണുന്നത് തൻ്റെ അമ്മയുടെ മുഖമാണ്. ആദ്യം ശ്രവിക്കുന്നത് അമ്മയുടെ ശബ്ദമാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയുടെ മുഖമാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം. തൻ്റെ അമ്മയുടെ ശബ്ദമാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള വോയിസ്. കാരണം അതാണ് ആദ്യം കേൾക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞ് അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. ഒരു അമ്മ എന്ന് പറയുന്നത് പകരം വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ചിലപ്പോൾ അമ്മ കാണിക്കുന്നത് പോലുള്ള ഒരു സ്നേഹം അപ്പൻ കാണിച്ചെന്ന് വരില്ല. പക്ഷേ താൻ അധ്വാനിക്കുന്നത് മുഴുവനും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന മാതാപിതാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ മാതാപിതാക്കളെ വൃദ്ധമന്ദിരത്തിലും അനാഥാലയങ്ങളിലും കൊണ്ട് വിടുന്നത് വളരെ ദുഷ്കരമായ അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ശ്രദ്ധയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അത് 4-ാമത്തെ കൽപ്പനയിലുള്ള ഒരു ഭാഗമാണ് എന്ന് കരുതി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാം, അവരെ സ്നേഹിക്കാം, അവരുടെ സ്നേഹം അനുഭവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ പയ്യപ്പള്ളി കുടുംബത്തിന്റെ വിളക്കും ഐശ്വര്യവുമാണ് ഈ ഏലിക്കുട്ടി അമ്മ. 93 വയസ്സിൽ ആണ്. പക്ഷെ അമ്മ വളരെ സന്തോഷവതിയാണ്. എല്ലാ കാര്യങ്ങളിലും, എല്ലാ ശുശ്രൂഷകളിലും, എല്ലാ ജോലി കാര്യങ്ങളിലും ഇടപെട്ട് ഇപ്പോഴും വളരെ ആക്റ്റീവായി നടക്കുന്ന ഒരമ്മ. മനസ്സിന്റെ സന്തോഷമാണ് മുഖത്ത് പ്രകടിപ്പിക്കുന്നത്. മുഖത്ത് കാണുന്ന സന്തോഷം ഉള്ളിലുള്ള സന്തോഷമാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം മക്കൾ തമ്മിലുള്ള കൂട്ടായ്മയും സ്നേഹവും, അതോടൊപ്പം തന്നെ ഈ മക്കൾ എല്ലാവരും നല്ലവരായി തീർന്നു എന്നതിന്റെ ചാരിതാർത്ഥ്യവും. ജീവിതത്തിൽ ജീവിത പങ്കാളി 22 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പിന്നീട് മരുമക്കളിൽ ചിലരും പേരക്കുട്ടികളിൽ പലരും ആകസ്മികമായി മരണം വഴി വേർപെട്ടുവെങ്കിലും മനസ്സ് പതറാതെ, നിരാശപ്പെടാതെ, സമചിത്തതയോടുകൂടി പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്ത് കിട്ടിയത് ദൈവത്തെ വലതുഭാഗത്ത് നിർത്തി ജീവിച്ചു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഈ മാതാപിതാക്കന്മാർ രണ്ടുപേരും സഹജീവികളോട് കാണിക്കുന്ന കാരുണ്യം. തങ്ങൾക്ക് കിട്ടിയത് മുഴുവനും അതിൻ്റെ ഒരു ദശാംശം ഇപ്പോഴും ഈ മക്കളും ഈ അമ്മയും പരസ്നേഹ പ്രവർത്തനങ്ങൾക്കായി നീക്കി വെക്കാൻ മനസ്സ് കാണിക്കുന്നു എന്നത് ഈ കുടുംബത്തിന്റെ ഐശ്വര്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം 44 പേരടങ്ങുന്ന ഈ പയ്യപ്പള്ളി കുടുംബത്തിന്റെ അമ്മയ്ക്കും മക്കൾക്കും സന്തോഷപൂർവ്വം നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന സ്വർഗതുല്യമായ ഒരു ഭവനത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ
നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.